ദൈവത്തിന് മഹത്വം. ചില ദിവസങ്ങൾക്ക് ശേഷം മറ്റൊരു ലൈവിലേക്ക് വരുവാൻ ദൈവം സഹായിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൂതന്മാരെക്കാൾ 9 വിവിധ നിലകളിൽ ശ്രേഷ്ഠനായിരിക്കുന്നു എന്നുള്ള വിഷയമാണ്. അവൻ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചാണ് ദ സുപ്പീരിയോറിറ്റി ഓഫ് ക്രൈസ്റ്റ് അബവ് ഏഞ്ചൽസ്. കർത്താവായ യേശു ക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. എബ്രായർ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ 9 വ്യത്യസ്ത നിലകളിലാണ് യേശു ക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായിരിക്കുന്നത് എന്ന് അപ്പോസ്തലൻ ഇവിടെ പറയുകയാണ്. നമ്പർ 1, ഏഞ്ചൽസ് ആർ സെർവൻസ് ഓഫ് ഗോഡ്. ദൂതന്മാർ ദൈവത്തിന്റെ ആത്മാക്കളാണ്. അവർ സേവകാത്മാക്കളായ ശുശ്രൂഷകന്മാർ എന്നാണ് പറയുന്നത്. എന്നാൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അവൻ ദൈവപുത്രനാണെന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. 5-ാം വാക്യം, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ദൈവം പറയുക, കർത്താവായ യേശു ക്രിസ്തു തന്റെ പേരിലും അതുപോലെ തന്നെ തനിക്ക് ലഭിച്ച സ്ഥാനലബ്ധിയിലും ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. ദൂതന്മാർ ദൈവ സേവകരായ ശുശ്രൂഷകന്മാരായിരിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനായി, ഏകജാതനായ പുത്രൻ, നിത്യനായ ദൈവത്തിന്റെ നിത്യനായ പുത്രനായി വിരാജിക്കുന്നു. അതാണ് ക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ് എന്ന് പറയുന്ന ഒന്നാമത്തെ കാരണം. രണ്ടാമത്തത് 6-ാം വാക്യം, പുത്രനോ ഭൂമിയിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം എന്ന് കൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ ദൂതന്മാർ ദൈവത്തെ ആരാധിക്കുന്നു, അതിന് ദൈവപുത്രനെ ആരാധിക്കുന്നു, ദൈവപുത്രൻ ആരാധിക്കപ്പെടുന്നു. ദൂതന്മാരുടെ സർവ്വസംഘവും ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ആരാധിക്കണം എന്ന് കൽപ്പിക്കുമ്പോൾ ദൂതന്മാരെ ആരാധിക്കുവാൻ എവിടെയും ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൂതന്മാർ ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നവരാണ്. ക്രിസ്തു ആരാധ്യനാണ്. ക്രിസ്തു ആരാധനാണ്. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യം വായിക്കുമ്പോൾ, ഒലിവുമലയിൽ നിന്ന് തന്റെ ശിഷ്യന്മാരെ അനുഗ്രഹിച്ചിട്ട് മേഘാവൃതനായി ആകാശമേഘങ്ങളിലേക്ക് എടുക്കപ്പെടുന്ന ആ ക്രിസ്തുവിനെ നാം വായിക്കുന്നു, അവർ അവനെ നമസ്കരിച്ചു എന്നാണ്. കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ ആരാധന സ്വീകരിച്ചിട്ടുണ്ട്. അവിടുന്ന് ദൈവമാണ്, ദൈവത്തിന്റെ പുത്രനാണ്. 3, ക്രൈസ്റ്റ് ഓൺ ദ ത്രോൺ ആസ് എ ഹെയർ. അവനെ ദൈവം സകലത്തിനും അവകാശിയാക്കി വെച്ചു എന്ന് പറഞ്ഞു. ദൈവ സിംഹാസനത്തിന്റെ അവകാശപ്പെടാൻ കഴിയുന്ന ആളാണ് കർത്താവായ യേശു ക്രിസ്തു. ക്രൈസ്റ്റ് ഓൺ ദ ത്രോൺ ആസ് ഹെയർ. ക്രിസ്തു ദൈവ സിംഹാസനത്തിന്റെ അവകാശിയാണ്. 7 മുതൽ 9 വാക്യം, പുത്രനോടോ ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജ്യത്തിന്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു എന്ന് പറയും. പുത്രനായ യേശു ക്രിസ്തുവിന്റെ രാജ്യത്വം, അവന്റെ പുത്രത്വം അത് എന്നേക്കുമുള്ളതാണ്. അവന്റെ സിംഹാസനം എന്നേക്കുമുള്ളതാണ്. ഹി ഈസ് ദി ഹെയർ ഓഫ് ദ ത്രോൺ ഓഫ് ഗോഡ്. ദൈവ സിംഹാസനത്തിന്റെ അവകാശിയായ പുരുഷനാണ് നമ്മുടെ കർത്താവായ യേശു. 4, ക്രൈസ്റ്റ് ഈസ് ദി ലോർഡ് ഓഫ് ക്രിയേഷൻ. കർത്താവായ യേശു സൃഷ്ടിയുടെ കർത്താവാണ്. വാക്യം 10 മുതൽ 12 വരെ. കർത്താവിനെ കുറിച്ച്, യു ലോർഡ് ഇൻ ദ ബിഗിനിങ് laid the foundation of the earth and the heavens are the work of your hand. കർത്താവേ, നീ പൂർവ്വകാലത്ത് ഭൂമിയുടെ അടിസ്ഥാനമിട്ടു, ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു എന്ന് പറയുക. ക്രൈസ്റ്റ് ഈസ് ദ പേഴ്സൺ ഹു laid the foundation of the heavens and the earth. ആകാശത്തിന്റെയും ഭൂമിയുടെയും അടിസ്ഥാനമിട്ടവനാണ് കർത്താവായ യേശു. ദൂതന്മാരെ സംബന്ധിച്ച് അങ്ങനെ പ്രസ്താവന മാത്രമല്ല,
ദൂതന്മാരെ സൃഷ്ടിയിൽ, അതായത് ദൈവം ഭൂമിയെ സൃഷ്ടിക്കുമ്പോൾ ദൈവപുത്രന്മാർ സന്തോഷിച്ചു ഉല്ലസിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. അവർ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ സന്തോഷിക്കുന്നവരായിരുന്നു, ആഹ്ലാദിക്കുന്നവരായിരുന്നു, ദൈവത്തെ മഹത്വപ്പെടുന്നവരായിരുന്നു. എന്നാൽ ഭൂമിക്കും സ്വർഗത്തിനും ആകാശത്തിനും അടിസ്ഥാനമിട്ടവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അടുത്ത 5, ക്രൈസ്റ്റ് ഈസ് ദി റൂളർ ഓഫ് ദിസ് യൂണിവേഴ്സ് ആൻഡ് ഓൾ ഹിസ് എനിമീസ്. സർവ പ്രപഞ്ചത്തിന്റെയും സകല ശത്രുക്കളുടെയും മേൽ ഭരണാധികാരമുള്ള വ്യക്തിയാണ് കർത്താവായ യേശു. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ് 13-ാം വാക്യം, നീ എന്റെ വലതുഭാഗത്തിരിക്കുക. അതായത് എപ്പോഴേ ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ കാൽ കീഴെ ആക്കുവോളും നീ എന്റെ വലതുഭാഗത്തിരിക്കുക എന്ന കർത്താവ് തന്റെ കർത്താവിനോട് ചെയ്തു. കർത്താവ് തന്റെ കർത്താവിനോടെന്ന് പറയുന്നത് പിതാവായ ദൈവം പുത്രനായ യേശു ക്രിസ്തുവിനോട് പറയുകയാണ്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കോളും നീ എന്റെ വലതുഭാഗത്ത് ഇരിക്കും. ഇത് ദൈവം തന്റെ ഏകജാതനായ പുത്രനോട് കൽപ്പിച്ച കൽപ്പനയാണ്. ക്രിസ്തു ഈ പ്രപഞ്ചത്തിന്റെ ഭരണാധികാരിയാണ്. പ്രപഞ്ച സീമയെ നിയന്ത്രിക്കുന്നത് കർത്താവായ യേശുവാണ്. തന്റെ ശത്രുക്കളെ നിയന്ത്രിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ശത്രുക്കളുടെ മേൽ ആധിപത്യം നടത്തുന്നത്, ഭരണം നടത്തുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പൊ യേശു ക്രിസ്തു ഈസ് ദ റൂളർ ഓഫ് ദ യൂണിവേഴ്സ് ആസ് വെൽ ആസ് ഓൾ ഹിസ് എനിമീസ്. 6, 11-ാം വാക്യം, ദേ വിൽ പെരിഷ് ബട്ട് യു റിമെയിൻ. അവരെല്ലാം നശിച്ചു പോകും, എന്നാൽ നീയോ എന്നേക്കുമുള്ളവൻ, അനന്യൻ തന്നെ. അതായത് ക്രൈസ്റ്റ് ഈസ് ഇറ്റേണൽ. ദൈവപുത്രനായ യേശു ക്രിസ്തു നിത്യനാണ്, നിത്യനായ ദൈവമാണ്. അവന് നിത്യനായ ദൈവപുത്രൻ എന്നാണ് പറയപ്പെടുന്നത്. യെശയ്യാവ് 9:4 പറയുമ്പോൾ അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും എന്ന് പറയുന്നു. ക്രൈസ്റ്റ് ഈസ് ഇറ്റേണൽ. അവൻ നിത്യനായ ദൈവത്തിന്റെ നിത്യനായ അഭിഷേകത്തിന്, നിത്യനായ പുരോഹിതൻ, നിത്യനായ പുത്രനാണ്. 7, അതിന്റെ 11-ാം വാക്യം, നീയോ അനന്യൻ, നിന്റെ സമ്മത്സരങ്ങൾ അവസാനിക്കുകയുമില്ല. നീയോ അനന്യൻ, നിന്റെ സമ്മത്സരങ്ങൾ അവസാനിക്കുകയുമില്ല എന്ന് പറഞ്ഞാൽ ക്രൈസ്റ്റ് ഈസ് അൺചേഞ്ചിങ് എന്നാണ്. യേശു ക്രിസ്തു മാറ്റമില്ലാത്തവനാണ്. ഞാൻ നിങ്ങൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ മാറ്റപ്പെടാം, നമ്മുടെ സ്വഭാവങ്ങൾക്കും പ്രതികരണങ്ങൾക്കും മാറ്റം ഉണ്ടാവാം, കാഴ്ചപ്പാടുകൾക്കും ദർശനങ്ങൾക്കും മാറ്റം സംഭവിക്കാം, പക്ഷെ പലതും ഈ ലോക ജീവിതത്തിൽ സംഭവിക്കാം. ഈ ലോകവും നമുക്ക് ചുറ്റുപാടുമുള്ള എല്ലാ മാറ്റങ്ങൾക്ക് വിധേയപ്പെട്ടതാണ്. ഇന്ന് കാണുന്ന മനുഷ്യനെ നാളെ കാണുന്നില്ല. കഴിഞ്ഞ ദശകങ്ങൾ ജീവിച്ചവർ ഇന്ന് ജീവിച്ചിരിപ്പില്ല. കഴിഞ്ഞ നാളുകളിലെ സാങ്കേതിക വിദ്യ അല്ല ഇന്ന് നിലവിലുള്ള സാങ്കേതിക വിദ്യകൾ. എവരിതിങ് ഈസ് കെപ്റ്റ് ഓൺ ചേഞ്ചിങ്. സകലതും മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, മാറ്റത്തിന് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു, ക്രൈസ്റ്റ് ഈസ് അൺചേഞ്ചിങ്. ദൈവപുത്രനായ യേശു മാറ്റം ഇല്ലാത്തവനാണ്. പുറപ്പാട് പുസ്തകം 1:14, ഇസ്രായേലേ, യഹോവയായ ഞാൻ മാറ്റമില്ലാത്തവൻ. മലാക്കി പ്രവാചക പുസ്തകം 3:6, യഹോവയായ ഞാൻ മാറ്റമില്ലാത്തവൻ ആകയാൽ യാക്കോബിന്റെ മക്കളെ നിങ്ങൾ മുടിഞ്ഞു പോകുന്നില്ല. പ്രവാചകൻ പറയുകയാണ്, യഹോവയായ ഞാൻ, ഐ ആം ദി അൺചേഞ്ചിങ് ഗോഡ്. ഞാൻ മാറ്റമില്ലാത്ത ദൈവമാണ്, അനന്യനായ ദൈവമാണ്. ഇനിയും അതിന്റെ 8 വേൾഡ് ഈസ് അണ്ടർ ക്രൈസ്റ്റ് ആൻഡ് നോട്ട് അണ്ടർ ഏഞ്ചൽസ്. ലോകം നമ്മുടെ കർത്താവിന്റെ ആധിപത്യത്തിലാണ്, ദൂതന്മാരുടെ ആധിപത്യത്തിന് കീഴിൽ അല്ല. 13-ാം വാക്യം, അവിടെ പറയാൻ, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കോളം നീ എന്റെ വലതുഭാഗത്തിരിക്കുക എന്ന് കർത്താവ് തന്റെ കർത്താവിനോട് ചെയ്യുന്നു. ഏറ്റവും ഒടുവിലായി, ഏഞ്ചൽസ് ആർ സെർവൻസ് ഓഫ് ദി ചർച്ച്. എബ്രായർ 1:14, ആർ ദേ നോട്ട് ministering spirit sent forth to minister for those who will inherit salvation. രക്ഷിക്കപ്പെടുവാനുള്ളവർ സേവകാത്മാക്കളായ ശുശ്രൂഷകന്മാർ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഭാവിയിൽ തങ്ങളുടെ രക്ഷയെ അവകാശമാക്കുവാനായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ദൈവമക്കളുടെ വിശ്വസ്തരായ ശുശ്രൂഷകന്മാരാണ് ദൂതന്മാർ. എന്നാൽ കർത്താവായ യേശുവാരാണ്? രക്ഷിതാവാണ്. നമ്മൾ എബ്രായലേഖനം 1-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്കുകൾ പഠിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായിരിക്കുന്ന ഏതെല്ലാം നിലകളിലാണ് എന്നുള്ളതിലേക്ക് 9 തെളിവുകൾ പറയുകയാണ്. The 9
fold the superiority of Christ above the angels. Number one, angels are servants of God. യഹോവയുടെ ദൈവത്തിന്റെ ദാസന്മാര്, ശുശ്രൂഷകന്മാരാണ് ദൂതന്മാര്. എന്നാൽ ക്രൈസ്റ്റ് ഈസ് സൺ ഓഫ് ഗോഡ്. കർത്താവായ യേശു ദൈവത്തിന്റെ പുത്രനാണ്. നമ്പർ ടു, angels worship Christ when he descended to this world, the son of God, but Christ is the son of God. ദൂതന്മാർ കർത്താവിനെ ആരാധിക്കുന്നവരാണ്, എന്നാൽ യേശു ക്രിസ്തു ദൈവപുത്രനാണ്. മൂന്ന്, ക്രൈസ്റ്റ് ഈസ് ഓൺ ദ ത്രോൺ ആസ് ഹിസ് കെയർ. അതായത് കർത്താവായ യേശു ക്രിസ്തു ദൈവസിംഹാസനത്തിന്റെ അവകാശിയാണ്, എന്നാൽ ദൂതന്മാര് ആ സിംഹാസന ചുറ്റും ദൈവത്തിന്റെ കാവൽക്കാരാണ്, അതായത് ശുശ്രൂഷകന്മാരാണ്. 4, ക്രൈസ്റ്റ് ഈസ് ദി ലോർഡ് ഓഫ് ക്രിയേഷൻ. കർത്താവാണ് സകലത്തിന്റെയും സൃഷ്ടികർത്താവായിരിക്കുന്നയാള്. ദൂതന്മാര് കേവലം ദൈവത്തിന്റെ സൃഷ്ടികളാണ്. 5, ക്രൈസ്റ്റ് ഈസ് ദി റൂളർ ഓഫ് ദ യൂണിവേഴ്സ് ആൻഡ് ഈസ് എനിമീസ്. കർത്താവായ യേശു ഈ പ്രപഞ്ചത്തിന്റെയും അതുപോലെ സകല ശത്രുക്കളുടെ മേൽ അധികാരിയായ വ്യക്തിയാണ്. എന്നാൽ ദൂതന്മാർ ഈ പ്രപഞ്ച ദൈവത്തിന്റെ ആജ്ഞാനുസാരികളായ ആളുകളാണ്, ദൂതവാഹികളാണ്. അടുത്ത വായിക്കുന്ന 6, ക്രൈസ്റ്റ് ഈസ് ഇറ്റേണൽ. എന്നാൽ ദൂതന്മാര് നിത്യത്വമുള്ളവരാണെങ്കിലും അത് നിത്യ സ്വഭാവം ദൈവത്തിന്റെ നിത്യത്വമല്ല. ദൈവം അനാദിയായ ശാശ്വതമായും സ്ഥിതി ചെയ്യുന്നവനാണ്, എന്നാൽ ദൂതന്മാർ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ക്രൈസ്റ്റ് ഈസ് അൺചേഞ്ചിങ്. ക്രിസ്തു മാറ്റമില്ലാത്തവനാണ്. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. എന്നാൽ ബാക്കിയുള്ള സകലത്തിനും ദൂതന്മാർക്കും എല്ലാവർക്കും മാറ്റങ്ങൾ സംഭവിക്കുന്നവരാണ്. വേൾഡ് ഈസ് അണ്ടർ ക്രൈസ്റ്റ് ആൻഡ് നോട്ട് അണ്ടർ ഏഞ്ചൽസ്. ലോകം കർത്താവിന്റെ ആധിപത്യത്തിന് കീഴിലാണ്, ദൂതന്മാരുടെ ഭരണത്തിന് കീഴിൽ അല്ല. ഒടുവിലായി ദൂതന്മാർ രക്ഷിക്കപ്പെടാൻ ഇരിക്കുന്നവരുടെ സേവകാത്മാക്കളായ ശുശ്രൂഷകന്മാരാണ്. ഈ വലിയ സത്യവും കൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ അനുസ്മരിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ പഠനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. അനുഗ്രഹമായി തീർന്നു എന്ന് കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെവരെയും സഹായിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണുന്നവരെയും കർത്താവിന്റെ വാഴ്വുകളും അനുഗ്രഹങ്ങളും നിങ്ങളുടെ മേൽ ആവശ്യിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ട് സഹോദരൻ സുവിശേഷൻ ടൈറ്റസ് ഫ്രം ഇടയാർ.